ഇത് വെറുമൊരു വീഡിയോ അല്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരു ദൈവീക സന്ദേശമാണ്. കന്നി രാശിക്കാരെ, ഈ നിമിഷം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് യാദൃച്ഛികം അല്ല. ഇത് ദൈവം നിങ്ങളെ ഇവിടേക്ക് നയിച്ചതാണ്. ഒരു കാരണം ഉണ്ട്. ഒരു വലിയ കാരണം ഉണ്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു നിശബ്ദമായ യുദ്ധം നടത്തുകയാണ്. ആരും കാണുന്നില്ല, ആരും അറിയുന്നില്ല. പക്ഷേ നിങ്ങൾ അറിയുന്നു. ആ വേദന നിങ്ങൾക്ക് മാത്രം അറിയാം. ആ കണ്ണീർ നിങ്ങൾ മാത്രം കുടിച്ചു. ആ നിശബ്ദ കഷ്ടപ്പാടുകൾ നിങ്ങൾ ഒറ്റയ്ക്ക് താങ്ങി. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാൻ വന്നതാണ്. ആ ദിവസങ്ങൾ അവസാനിക്കാൻ പോകുന്നു. ആ കഷ്ടകാലം തീരാൻ പോകുന്നു. അടുത്ത 15 ദിവസങ്ങൾ. ഈ 15 ദിവസങ്ങൾ കന്നി രാശിക്കാരുടെ ജീവിതത്തെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ചെറിയ ചലനങ്ങൾ, ചെറിയ ചുവടുകൾ. പക്ഷേ ആ ചുവടുകളുടെ ഫലം വലുതായിരിക്കും, വളരെ വലുതായിരിക്കും. ഈ ഗ്രഹനിലയിൽ ഒരു അത്ഭുതം നടക്കാൻ പോകുന്നു. 150 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ഈ ഗ്രഹചേരുവ രൂപം കൊള്ളുന്നു. ഈ ശക്തി കന്നി രാശിക്കാർക്ക് വേണ്ടി മാത്രമാണ്. ഇത് ഒരു അവസരമാണ്. ഇത് ഒരു അനുഗ്രഹമാണ്. ഇത് ദൈവം നൽകുന്ന ഒരു പ്രത്യേക കൃപയാണ്. ഇനി കേൾക്കൂ, ശ്രദ്ധയോടെ കേൾക്കൂ. ആകാശത്ത് ഇപ്പോൾ ഗ്രഹങ്ങൾ ചലിക്കുന്നുണ്ട്. ഗുരു ചലിക്കുന്നുണ്ട്, ശനി ചലിക്കുന്നുണ്ട്, രാഹു കേതു തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കുന്നുണ്ട്. ഈ ഗ്രഹസഞ്ചാരം, ഈ ഗ്രഹചലനം കന്നി രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം കൊണ്ടുവരാൻ പോകുന്നു. ഗുരു ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്ത് ദൃഷ്ടി പതിപ്പിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല. ഗുരുവിന്റെ ദൃഷ്ടി ഏൽക്കുന്നവർക്ക് ജീവിതം ഒരു പുതിയ ദിശ കണ്ടെത്തും. തൊഴിൽ മേഖലയിൽ ഒരു പുതിയ വഴി തുറക്കപ്പെടും. ബിസിനസ് ചെയ്യുന്നവർക്ക് ഒരു പുതിയ അവസരം കൈനീട്ടിവരും. ഇത് ദൈവകൃപ, ഇത് ഗ്രഹകൃപ. ശനി ഭഗവാൻ, ആ ഒരു പേര് കേട്ടാൽ ഒരു ഭയം തോന്നും. ശനിയെക്കുറിച്ച് ആളുകൾ ഭയക്കും. പക്ഷേ ഞാൻ നിങ്ങളോട് ഒരു സത്യം പറയാം. ശനി ശിക്ഷിക്കാൻ വരുന്ന ഒരു ദേവൻ അല്ല. ശനി കർമ്മം നൽകുന്ന ദേവനാണ്. നിങ്ങൾ ചെയ്ത നല്ല കർമ്മങ്ങൾക്ക് ശനി ഇന്ന് ഫലം നൽകാൻ പോകുന്നു. നിങ്ങൾ ഒറ്റയ്ക്ക് കരഞ്ഞ ആ ദിവസങ്ങൾ, ആ വേദനയ്ക്ക് ശനി ഇന്ന് ഉത്തരം നൽകാൻ പോകുന്നു. ഈ ഘട്ടം, ഈ നേരം കന്നി രാശിക്കാർക്ക് അനുകൂലമാണ്. ഇത് ഒരു ദൈവനിശ്ചയം. രാഹു, ഈ ഗ്രഹം ഒരു രഹസ്യദൂതനെ പോലെയാണ്. ആരും കാണാത്ത ഒരു ദിശയിൽ നിന്ന് ഒരു അനുഗ്രഹം കൊണ്ടുവരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തു നിന്ന് ഒരു നല്ല വാർത്ത വരും. ഒരു ഫോൺ വരും, ഒരു സന്ദേശം വരും, ഒരു വാതിൽ തുറക്കപ്പെടും. കേതു, ഈ ഗ്രഹം നിങ്ങളുടെ ആഴത്തിലുള്ള ആത്മബലം ഉണർത്തും. ഉള്ളിൽ ഒളിഞ്ഞിരുന്ന ആ ശക്തി, ആ ദൈവ ചൈതന്യം ഈ ഗ്രഹദശയിൽ ഉണർന്നുവരും. ഇനി ഞാൻ കന്നി രാശിക്കാരോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഇപ്പോൾ ക്ഷീണിതരാണോ? ഒരുപാട് നാൾ ആയി ശ്രമിക്കുന്നുണ്ടോ? ഒരുപാട് നാൾ ആയി കാത്തിരിക്കുന്നുണ്ടോ? ഒരു ഉത്തരം കിട്ടാതെ, ഒരു ഫലം കിട്ടാതെ, ഒരു മാറ്റം ഉണ്ടാകാതെ ആ മനസ്സ് ഒടിഞ്ഞു പോകുമോ എന്ന് ഭയക്കുന്നുണ്ടോ? ഭയക്കേണ്ടതില്ല. ഈ ദൈവം ഒരിക്കലും ഉറക്കമല്ല. ഈ ഗ്രഹങ്ങൾ ഒരിക്കലും നിങ്ങളെ മറക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ ചെയ്ത ഓരോ നല്ല കർമ്മവും, ഓരോ ത്യാഗവും, ഓരോ ദൈവ പ്രാർത്ഥനയും ആ ഗ്രഹ ആകാശം ഓർക്കുന്നുണ്ട്. ആ ദൈവ ഹൃദയം ഓർക്കുന്നുണ്ട്. ഇപ്പോൾ ആ ഫലം വരാൻ പോകുന്നു. അടുത്ത 15 ദിവസങ്ങൾ. ഈ ദിവസങ്ങൾ കന്നി രാശിക്കാർക്ക് ഒരു ചരിത്ര നിമിഷമാണ്. ഇത് ചെറിയ ചുവടുകളുടെ കഥയാണ്. ഒറ്റ ദിവസം കൊണ്ട് ആകാശം ഇടിഞ്ഞു വീഴില്ല. ഒറ്റ ദിവസം കൊണ്ട് ഒരു കൊട്ടാരം ഉണ്ടാകില്ല. പക്ഷേ ഓരോ ചെറിയ ചുവടും ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നീങ്ങും. ഓരോ ചെറിയ ശ്രമവും ഒരു വലിയ ഫലത്തിലേക്ക് ചേരും. ആ ചുവടുകൾ ആരും കാണണമെന്നില്ല. ആ ശ്രമങ്ങൾ ആരും അംഗീകരിക്കണമെന്നില്ല. ദൈവം കാണുന്നുണ്ട്, ഗ്രഹങ്ങൾ കാണുന്നുണ്ട്, ഈ പ്രപഞ്ചം കാണുന്നുണ്ട്. കന്നി രാശിക്കാർ, നിങ്ങൾ ഒരു പ്രത്യേക കൂട്ടമാണ്. ബുധഗ്രഹം ഭരിക്കുന്ന ഈ രാശിക്കാർ ചിന്തിക്കും, ആഴത്തിൽ ചിന്തിക്കും. ആർക്കും കാണാൻ കഴിയാത്ത ആഴങ്ങൾ ഇവർ കാണും. ആർക്കും കേൾക്കാൻ കഴിയാത്ത ശബ്ദങ്ങൾ ഇവർ കേൾക്കും. ആ ഒരു ഗുണം, ആ ഒരു ദൈവദത്ത ശക്തി ഈ ഗ്രഹദശയിൽ നിങ്ങൾക്ക് ഒരു വലിയ ആയുധം ആകും. ഇനി തൊഴിൽ കാര്യങ്ങൾ പറയാം. ജോലി ചെയ്യുന്നവർ, നിങ്ങൾ ഇപ്പോൾ ഒരു ഘട്ടത്തിൽ ഉണ്ട്. ആ ഘട്ടം ഒരു നിശബ്ദ ഘട്ടമാണ്. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നും. ആരും അംഗീകരിക്കുന്നില്ല എന്ന് തോന്നും. ഇത്ര ശ്രമിക്കുന്നു, ഇത്ര പ്രയത്നിക്കുന്നു, പക്ഷേ ഒരു ഫലം ഇല്ല എന്ന് തോന്നും. ഈ തോന്നൽ ശരിയല്ല. ഈ ഗ്രഹദശ പറയുന്നത് ഇതാണ്. നിങ്ങളുടെ ജോലി ഒരു ഉന്നത ഭവനത്തിൽ ദർശിക്കപ്പെടുന്നുണ്ട്. ഒരു വലിയ ആൾ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു വലിയ അംഗീകാരം, ഒരു പ്രമോഷൻ, ഒരു ഉയർച്ച ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകപ്പെടാൻ ഗ്രഹദശ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഒരു ഫോൺ വരാൻ പോകുന്നു. ഒരു ഇമെയിൽ വരാൻ പോകുന്നു. ഒരു ഒഴിവ് തുറക്കപ്പെടാൻ പോകുന്നു. ഈ ദിവസങ്ങൾ ശ്രദ്ധിക്കൂ. ബിസിനസ് ചെയ്യുന്നവർ, നിങ്ങൾക്ക് ഒരു വലിയ വഴിത്തിരിവ് ഈ ഗ്രഹദശ കൊണ്ടുവരുന്നുണ്ട്. ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ ഒരുക്കം, ഒരു പുതിയ ബന്ധം, ഒരു പുതിയ വ്യാപാര അവസരം. ഇത് ചെറുതായി തുടങ്ങും.
ചെറുതായി വരും. ആദ്യം ചെറുതായി തോന്നും. പക്ഷേ ഇതിന്റെ ഫലം, ഇതിന്റെ ഭവിഷ്യത്ത് ഒരു വലിയ ഉയർച്ചയ്ക്ക് തുടക്കം ആകും. ഈ ഗ്രഹദശ ഒരു കാര്യം ഉറക്കെ പറയുന്നു. ചെറിയ ചുവടുകൾ ഭയക്കേണ്ടതില്ല. ആദ്യം ചെറിയ ചുവടുകൾ വെക്കൂ. ആ ചെറിയ ചുവടുകൾ ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കും. ഇനി സാമ്പത്തിക കാര്യങ്ങൾ പറയാം. ഒരു കാര്യം ആദ്യം പറയട്ടെ. ഈ ദിവസങ്ങൾ വരെ നിങ്ങൾ ഒരുപാട് ആശങ്ക ഉള്ളിൽ വഹിക്കുകയായിരുന്നു. പണം, കടം, ആ കടം തീർക്കണം, ആ ബാധ്യത ഒഴിവാക്കണം. ഒരുപാട് ദിവസം ആയി ഈ ഭാരം ഉള്ളിൽ ഉണ്ട്. ഈ ഭാരം ഇറങ്ങാൻ പോകുന്നു. ഗ്രഹദശ പറയുന്നത് ഇതാണ്. അടുത്ത 15 ദിവസങ്ങളിൽ ഒരു അനിതര സാധാരണ സാമ്പത്തിക ചലനം നടക്കാൻ പോകുന്നു. ഒരിടത്തു നിന്ന് ഒരു പണം വരാൻ പോകുന്നു. ഒരു കാലത്ത് കൊടുത്ത ഒരു കടം ഒരാൾ ഓർത്ത് തിരികെ നൽകാൻ വരാൻ പോകുന്നു. ഒരു ബ്ലോക്ക് ആയ ഒരു ഫണ്ട്, ഒരു കുടുങ്ങിയ ഒരു തുക, അത് ഒഴുകി വരാൻ പോകുന്നു. ഇത് ദൈവ ഇഷ്ടം. ഇത് ഗ്രഹഫലം. ഈ ദിവസങ്ങളിൽ ആകസ്മികമായ ഒരു ധനലാഭം ഉണ്ടാകും. ആരും പ്രതീക്ഷിക്കാത്ത ഒരു ഭാഗത്തു നിന്ന് ഒരു തുക വരും. ചെറിയ തുക ആകാം, വലിയ തുക ആകാം. പക്ഷേ ആ വരവ് ഒരു നല്ല ആരംഭം ആകും. ഒരു നല്ല ലക്ഷണം ആകും. ഒരു കാര്യം ഓർക്കൂ. ഈ ദിവസങ്ങളിൽ ആലോചിക്കാതെ ഒരു വലിയ ചെലവ് ചെയ്യേണ്ടതില്ല. ഒരു വലിയ തീരുമാനം ധൃതിയിൽ എടുക്കേണ്ടതില്ല. ശ്രദ്ധിക്കൂ, ആ ഗ്രഹദശ ഒരു ജ്ഞാനം നൽകുന്നുണ്ട്. ആ ജ്ഞാനം ഉപയോഗിക്കൂ. ഇനി 7 ദിവസങ്ങൾ കൊണ്ട് നടക്കാൻ പോകുന്ന ആ 3 വലിയ ഘട്ടങ്ങൾ പറയാം. ആദ്യ ഘട്ടം. അടുത്ത 7 ദിവസങ്ങളിൽ ആദ്യ ഘട്ടമായി ഒരു അനിതര സാധാരണ ആളുമായി ഒരു കൂടിക്കാഴ്ച ഉണ്ടാകും. ഈ ആൾ ഒരു വലിയ ആൾ ആകാം, ഒരു ഉദ്യോഗസ്ഥൻ ആകാം, ഒരു ബിസിനസ് ഉടമ ആകാം, ഒരു ഗുരുനാഥൻ ആകാം. ഈ കൂടിക്കാഴ്ച ആദ്യം ചെറുതായി തോന്നും, ഒരു ലഘു സംസാരം ആയി തോന്നും. പക്ഷേ ആ ഒരു നിമിഷം, ആ ഒരു കൂടിക്കാഴ്ച നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ആകും. ഒരു പ്രധാന വഴിത്തിരിവ് ആകും. ഇത് ഒരു ദൈവ ഒരുക്കമാണ്. ഈ ആളെ ശ്രദ്ധിക്കൂ. ഈ കൂടിക്കാഴ്ചയുടെ ഓരോ വാക്കും ഓർക്കൂ. രണ്ടാം ഘട്ടം. അടുത്തുവരുന്ന 7 ദിവസങ്ങളിൽ ഒരു ഒളിഞ്ഞ സന്തോഷം ഉണ്ടാകും. ഒരു കൂടിയിരിക്കൽ, ഒരു ദൂരത്ത് ആയിരുന്ന ഒരു ബന്ധം അടുക്കും. ഒരു കാലത്ത് ഇടമുറിഞ്ഞ ഒരു ബന്ധം, ഒരു ഹൃദയസ്പർശം. ആ ബന്ധം ഒരു പുതിയ ചൂടോടെ ഉണർന്നുവരും. ഇത് കുടുംബ ബന്ധം ആകാം, ഇത് ഒരു പ്രണയബന്ധം ആകാം, ഇത് ഒരു സൗഹൃദ ബന്ധം ആകാം. ആ ഒരു ഉണർച്ച, ആ ഒരു ഊഷ്മള നിങ്ങളുടെ ഉള്ളിന് ഒരു ആശ്വാസം ആകും. മൂന്നാം ഘട്ടം. അടുത്ത 7 മുതൽ 14 ദിവസങ്ങൾക്കുള്ളിൽ ഒരു ദൈവദർശനം ഉണ്ടാകും. ഒരു ദേവാലയം, ഒരു ആരാധന, ഒരു ആത്മബോധം, ഒരു മനസ്മാറ്റം. ഈ ദിവസം ദൈവം നിങ്ങളോട് നേരിട്ട് സംസാരിക്കും. ഒരു സ്വപ്നത്തിൽ ആകാം, ഒരു ഉള്ളൊച്ചയിൽ ആകാം, ഒരു പെട്ടെന്നുള്ള ഒരു ഉൾപ്രചോദനത്തിൽ ആകാം. ആ ദൈവദർശനം, ആ ദൈവശബ്ദം ശ്രദ്ധിക്കൂ, അതനുസരിക്കൂ. ആ ദിശ പിന്തുടരൂ. ആ ദിശ നിങ്ങളെ ഒരു വലിയ ഉയർച്ചയിലേക്ക് നടത്തും. ഇത് 100% നടക്കാൻ പോകുന്നതാണ്. ഇത് ഒരു ദൈവ ഉറപ്പാണ്. ഗ്രഹദശ ഇത് ഉറക്കെ പറയുന്നു. ഇനി ഈ ഭാഗം ശ്രദ്ധിക്കൂ. ഇനി ഞാൻ നിങ്ങളോട് ബന്ധങ്ങളെക്കുറിച്ച് പറയാം. പ്രണയം, കുടുംബം, ദാമ്പത്യം. ഈ 3 കാര്യങ്ങളും കന്നി രാശിക്കാർക്ക് ഈ ദിവസങ്ങളിൽ ഒരു പുതിയ ഉണർവ് നേടാൻ പോകുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാട് നാൾ ആയി ഉള്ളിൽ ഒരു ഒറ്റപ്പെടൽ തോന്നുന്നുണ്ടോ? ആളുകൾ ഉണ്ട്, ചുറ്റും ആളുകൾ ഉണ്ട്. പക്ഷേ ആ ഒരു ഉള്ളിലെ ഒറ്റപ്പെടൽ, ആ ഒരു ആഴത്തിലുള്ള ശൂന്യത, ആ ഒരു നിശബ്ദ വേദന, അത് ആരോടും പറയാൻ കഴിയുന്നില്ല. ആരും മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നും. ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നും. ഈ ഭാവം ഇനി മാറാൻ പോകുന്നു. ഈ ഗ്രഹദശ ഒരു ഹൃദയബന്ധം കൊണ്ടുവരാൻ പോകുന്നു. ഒരു ശരിയായ ബന്ധം, ഒരു ആഴമുള്ള ബന്ധം, ഒരു യഥാർത്ഥ ആത്മബന്ധം. ഈ ബന്ധം ഒരു ആശ്വാസം ആകും. ഈ ബന്ധം ഒരു ആധാരം ആകും, ഒരു ശക്തിയാകും. ഇപ്പോൾ ഒരു പ്രണയബന്ധത്തിൽ ഉള്ളവർ, നിങ്ങൾക്ക് ഈ ദിവസങ്ങൾ ഒരു പ്രത്യേക ഘട്ടമാണ്. ഒരു കാലത്ത് ഒരു തെറ്റുണ്ടായിരിക്കാം. ഒരു തെറ്റ് ഫഹമിന്ന്, ഒരു വഴക്ക്, ഒരു ദൂരം, ഒരു നിശബ്ദത. ആ ദൂരം ഇനി കുറയും. ആ നിശബ്ദത ഇനി ഉടഞ്ഞു വീഴും. ഒരു ഹൃദയബന്ധം ഒരു പുതിയ അധ്യായം ആരംഭിക്കും. ആ ഒരു ബന്ധം ഇനി ആഴത്തിൽ വേരൂന്നു. ഒരു ദൃഢമായ ബന്ധമായി മാറും. ഇനി ഒരു ബന്ധം ഇല്ലാത്തവർ, ഒരുപാട് നാൾ ആയി ആഗ്രഹിക്കുന്നവർ, നിങ്ങൾക്ക് ഈ ഗ്രഹദശ ഒരു നല്ല വാർത്ത നൽകുന്നുണ്ട്. ഒരു പ്രത്യേക ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു. ആ ആൾ ആരോ? ആ ആൾ എവിടെ നിന്ന് വരുമോ? ആ ആൾ എപ്പോൾ വരുമോ? ഇത് ദൈവ ഒരുക്കം. ആ ദൈവ ഒരുക്കം ഈ ഗ്രഹദശ ഉണർത്തുന്നു. ദാമ്പത്യ ജീവിതത്തിൽ ഉള്ളവർ, ഭാര്യ ഭർത്താക്കന്മാർ, ഈ ദിവസങ്ങൾ ഒരു സൗഖ്യം നൽകും. ഒരു കൂടിയിരിക്കൽ, ഒരു ഊഷ്മളത. ഒരു കാലത്ത് ഒരു ദൂരം ഉണ്ടായിരുന്നു, ഒരു തണുപ്പ് ഉണ്ടായിരുന്നു. ആ തണുപ്പ് ഉരുകും. ആ ദൂരം ഇല്ലാതാകും.
ഈ ദിവസങ്ങളിൽ ഒരു ഹൃദയ സംഭാഷണം ഉണ്ടാകും. ഒരു തുറന്നു പറയൽ, ഒരു ഒഴുക്ക്. ആ ഒഴുക്ക് ഒരു ദൃഢബന്ധം ഉണ്ടാക്കും. ഇനി കുടുംബകാര്യങ്ങൾ. കുടുംബത്തിൽ ഒരു സമാധാനം ഉണ്ടാകാൻ പോകുന്നു. ഒരു കാലത്ത് ഒരു വലിയ ഒച്ചപ്പാട് ഉണ്ടായിരുന്നു. ഒരു വലിയ തർക്കം ഉണ്ടായിരുന്നു. ഒരു സ്വത്ത് തർക്കം ആകാം, ഒരു ഭൂമി തർക്കം ആകാം, ഒരു ബന്ധു തർക്കം ആകാം. ആ തർക്കം ഇനി ഒടുങ്ങാൻ പോകുന്നു. ഒരു നല്ല ആൾ ഇടയിൽ വന്ന് ഒരു നല്ല തീർപ്പുണ്ടാക്കും. ആ തീർപ്പ് ഒരു ദൈവ ഒരുക്കമാകും. ഒരു കാര്യം ഓർക്കൂ, ഈ ദിവസങ്ങളിൽ ക്ഷമ കൈവിടരുത്. ദേഷ്യം ഒഴിവാക്കൂ. ഒരു ചെറിയ ദേഷ്യം, ഒരു ചെറിയ വഴക്ക്, ഒരു വലിയ ബന്ധം ഉടഞ്ഞു പോകും. ഈ ഗ്രഹദശ ഒരു ജ്ഞാനം നൽകുന്നു. ക്ഷമ ഒരു വലിയ ആയുധമാണ്. ഈ ദിവസങ്ങളിൽ ആ ആയുധം ഉപയോഗിക്കൂ. ഇനി വിദ്യാർത്ഥികളോട് ഒരു കാര്യം പറയാം. പഠിക്കുന്ന കന്നി രാശിക്കാർ, നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു നല്ല ഭാവി, ഒരു നല്ല ജോലി, ഒരു നല്ല ജീവിതം. ആ ആഗ്രഹം, ആ സ്വപ്നം ഈ ഗ്രഹദശ ഉണർത്തുന്നു. ഗുരുദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ വിദ്യാസ്ഥാനത്താണ്. ഇത് ഒരു വലിയ ഭാഗ്യം. ഇത് ഒരു ദൈവ അനുഗ്രഹം. ഈ ദിവസങ്ങളിൽ ഒരു കഠിന ശ്രമം ഒരു വലിയ ഫലം നൽകും. ഒരു മത്സര പരീക്ഷ ഉണ്ടോ? ഒരു ഇന്റർവ്യൂ ഉണ്ടോ? ഒരു വലിയ ദിവസമുണ്ടോ? ഈ ഗ്രഹദശ നിങ്ങൾക്ക് അനുകൂലമാണ്. ഭയക്കേണ്ടതില്ല. ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. ഒരു മനസ്സ് ഉറച്ചു നിൽക്കും. ആ ഒരു ഉറച്ച മനസ്സ്, ആ ഒരു ഉള്ളിലെ ധൈര്യം ഒരു ജയം നൽകും. വിദേശം ആഗ്രഹിക്കുന്നവർ, ഒരുപാട് നാൾ ആയി ഒരു വിദേശ ആഗ്രഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്നവർ, ഈ ഗ്രഹദശ ഒരു നല്ല വഴി കാണിക്കും. ഒരു വിദേശ അവസരം ഈ ദിവസങ്ങളിൽ വരാൻ പോകുന്നു. ഒരു വിസ്, ഒരു ഓഫർ, ഒരു ക്ഷണം, ഒരു വഴി. ആ വഴി ശ്രദ്ധിക്കൂ. ആ ക്ഷണം ആലോചിക്കൂ. ഇത് ഒരു ദൈവ ഒരുക്കമാണ്. ഇനി ആരോഗ്യ കാര്യങ്ങൾ. ആരോഗ്യത്തെക്കുറിച്ച് ഒരു കാര്യം ഉറക്കെ പറയേണ്ടതുണ്ട്. ഈ ഗ്രഹദശ ഒരു ജാഗ്രത ആവശ്യപ്പെടുന്നു. ശരീരത്തിൽ ഒരു ക്ഷീണം ഉണ്ടാകാം, ഒരു തലവേദന, ഒരു ഉദര ബുദ്ധിമുട്ട്, ഒരു ഉറക്കമില്ലായ്മ. ഈ ലക്ഷണങ്ങൾ ശ്രദ്ധിക്കൂ. ഇവ അവഗണിക്കരുത്. ഒരു കാര്യം ഓർക്കൂ, ശരീരം ദൈവം നൽകിയ ഒരു ക്ഷേത്രമാണ്. ആ ക്ഷേത്രം സൂക്ഷിക്കൂ. ആ ക്ഷേത്രം ശുദ്ധമാക്കൂ. ആ ക്ഷേത്രത്തെ ആദരിക്കൂ. ഭക്ഷണം ശ്രദ്ധിക്കൂ. ഉറക്കം ശ്രദ്ധിക്കൂ. ഒരു നല്ല ദിനചര്യ ഉണ്ടാക്കൂ. ഈ ഗ്രഹദശ ഒരു ശുഭവാർത്ത നൽകുന്നു. ഒരു പഴയ ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ, ഒരു പഴയ ശാരീരിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, ഈ ദിവസങ്ങളിൽ ആ ബുദ്ധിമുട്ടിന് ഒരു ഉത്തരം ലഭിക്കും. ഒരു നല്ല ഡോക്ടർ, ഒരു നല്ല ചികിത്സ, ഒരു നല്ല വഴി. ഈ ദൈവകൃപ നിങ്ങളുടെ ശരീരത്തെ സ്പർശിക്കും. ഇനി ഉണർവ്, ആത്മശക്തി. ഈ ഭാഗം ഒരു വലിയ ഭാഗമാണ്. കന്നി രാശിക്കാർ, നിങ്ങൾ ഒരു ആഴമേറിയ ആത്മചൈതന്യം ഉള്ള ആളുകളാണ്. ഉള്ളിൽ ഒരു ദൈവബോധമുണ്ട്. ഉള്ളിൽ ഒരു ആത്മശക്തിയുണ്ട്. ഈ ഗ്രഹദശ ആ ശക്തി ഉണർത്തും. ഒരു ദൈവകൃപ ഇറങ്ങിവരും. ഒരു ആത്മജ്ഞാനം ഉണ്ടാകും. ഈ ദിവസങ്ങളിൽ ദൈവ ആരാധന ഒഴിവാക്കരുത്. ഒരു ക്ഷേത്ര ദർശനം, ഒരു പ്രാർത്ഥന, ഒരു മന്ത്രജപം, ഒരു ആത്മശുദ്ധി. ഈ ആചരണങ്ങൾ ഈ ദിവസങ്ങളിൽ ഒരു വലിയ ഫലം നൽകും. ഗ്രഹദശ ഉയർത്തുന്ന ഈ ശക്തി ദൈവ ആരാധനയിലൂടെ ഇരട്ടിക്കും. ആ ഇരട്ടിച്ച ശക്തി ജീവിതത്തിലേക്ക് ഒഴുകിവരും. ഇനി ഉപായങ്ങൾ. ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട ഉപായങ്ങൾ. ആദ്യ ഉപായം, എല്ലാ ദിവസവും രാവിലെ ഉണർന്ന് ദൈവത്തിന് നന്ദി പറയൂ. ഈ ഒരു ചെറിയ ആചരണം ഒരു വലിയ ദൈവകൃപ ക്ഷണിക്കും. നന്ദി ഒരു ആകർഷണ ശക്തിയാണ്. നന്ദി ഒരു ദൈവഭാഷ ആണ്. രണ്ടാം ഉപായം, ഒരു നീല നിറദ്രവ്യം ഈ ദിവസങ്ങളിൽ ഒരു ദൈവസ്ഥാനത്ത് സമർപ്പിക്കൂ. ഒരു നീലപ്പൂ, ഒരു നീലവസ്ത്രം. ഈ ഉപായം ശനി ദോഷം അകറ്റും. ശനി കൃപ ഉണ്ടാകും. മൂന്നാം ഉപായം, ഈ ദിവസങ്ങളിൽ ഒരു ദരിദ്രരെ സഹായിക്കൂ. ഒരു ഭക്ഷണം, ഒരു വസ്ത്രം, ഒരു ചെറിയ സഹായം. ഈ കരുണ ഒരു ദൈവ ബ്ലെസ്സിങ് ആകും. ഈ ഉപായം ഗ്രഹദശ ഒരു ഉന്നതിയിലേക്ക് ഉയർത്തും. നാലാം ഉപായം, ഓരോ ദിവസവും ഒരു ആഴ്ച ബുധൻ ദിവസം ഒരു ഗണേശ ആരാധന ചെയ്യൂ. ബുധഗ്രഹം ഭരിക്കുന്ന കന്നി രാശിക്കാർക്ക് ഗണേശ ആരാധന ഒരു കവചമാണ്. ഒരു ദൈവ കവചം, ഒരു ഗ്രഹകൃപ. ഇനി ഒരു ആഴ്ച, ഒരു ഘട്ടം, ഒരു നിമിഷം, ഒരു ദൈവ ഒരുക്കം. ഈ ഗ്രഹദശ ഒരു കാര്യം ഉറക്കെ ഉദ്ഘോഷിക്കുന്നു. കന്നി രാശിക്കാർ ഒരു മൗനമായ ഉയർച്ചയുടെ ഘട്ടത്തിൽ ആണ്. ഈ ഉയർച്ച ഒരു ഘോഷ ഉയർച്ച അല്ല. ഈ ഉയർച്ച ഒരു നിശബ്ദ ഉയർച്ച ആണ്. ഒരു ചെറിയ ചുവട്, ഓരോ ദിവസവും ഓരോ ചെറിയ ചുവട്. ആ ചുവടുകൾ ഓരോന്നായി, ഓരോ ദിവസമായി ചേർന്ന് ഒരു വലിയ ഉയർച്ചയുടെ ഗോവണി ഉണ്ടാകും. ഈ ഗോവണി ദൈവം ഒരുക്കുകയാണ്. ഈ ഗോവണി ഗ്രഹദശവും ഡാക്കുകയാണ്. ഈ ഗോവണി നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇനി ഒരു ആഴ്ചയ്ക്ക് ശേഷം ഏറ്റവും വലിയ ഒരു ഗ്രഹ ഒരുക്കം നടക്കും. ആ ഒരുക്കം ഈ ഗ്രഹദശ ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്തും. ആ ഒരുക്കം ഒരു 100% നടക്കും. ഒരു 100% ഫലം ഉണ്ടാകും.
ആ ഫലം നിങ്ങളുടെ ജീവിതം ഒരു പുതിയ ദിശ കാണിക്കും. ഒരു 150 വർഷത്തിൽ ഒരിക്കൽ ഉണ്ടാകുന്ന ഈ ഗ്രഹചേരു, ഈ ശക്തി, ഈ ദൈവ ഒരുക്കം കന്നി രാശിക്കാർക്ക് ഒരു ദൈവദൂത് ആണ്. ഈ ദൂത് ഒരു കാര്യം പറയുന്നു: നിങ്ങൾ ഒരു ചരിത്ര നിമിഷത്തിൽ ആണ്. ഈ നിമിഷം ഉപയോഗിക്കൂ. ഈ ഗ്രഹകൃപ ഉൾക്കൊള്ളൂ. ഈ ദൈവശക്തി സ്വീകരിക്കൂ. ഇത് ഒരു ആരംഭമാണ്, ഒരു പുതിയ ആരംഭം, ഒരു ദൈവ ആരംഭം. ഇനി ഒരു ഉദ്ബോധനം. കന്നി രാശിക്കാരെ, ഈ ലോകം ഒരിക്കലും നിങ്ങളുടെ ആഴം അർഹിച്ചിരുന്നില്ല. ഈ ലോകം ഒരിക്കലും നിങ്ങളുടെ ത്യാഗം തിരിച്ചറിഞ്ഞിരുന്നില്ല. ഈ ലോകം ഒരിക്കലും നിങ്ങളുടെ മൗനം മനസ്സിലാക്കിയിരുന്നില്ല. പക്ഷേ ദൈവം എല്ലാം കണ്ടു. ദൈവം എല്ലാം അറിഞ്ഞു. ദൈവം ഓരോ നിമിഷവും നിങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. ആ ദൈവം ഇന്ന് ഒരു ഉത്തരം നൽകാൻ വരുന്നു. ആ ഗ്രഹദശ ഇന്ന് ഒരു ഫലം നൽകാൻ ഒരുങ്ങുന്നു. ആ ജീവിതം ഇന്ന് ഒരു പുതിയ ഏട് തിരിയാൻ പോകുന്നു. നിങ്ങളുടെ ഈ ദിനങ്ങൾ ഒരു ദൈവദത്ത ദിനങ്ങൾ ആണ്. ഈ ദിനങ്ങൾ ആലസ്യത്തിൽ കഴിക്കരുത്. ഈ ദിനങ്ങൾ ഭയത്തിൽ ചെലവഴിക്കരുത്. ഈ ദിനങ്ങൾ ഒരു ഊർജ്ജത്തോടെ, ഒരു ആത്മവിശ്വാസത്തോടെ, ഒരു ദൈവഭക്തിയോടെ ഉപയോഗിക്കൂ. ഓരോ ദിവസവും ഓരോ ചെറിയ ചുവട്, ഓരോ ചെറിയ ചുവട് ഓരോ വലിയ ഉയർച്ചയിലേക്ക്. ഈ ഉയർച്ച ഇന്ന് ആരംഭിക്കുന്നു. ഈ ഉയർച്ച ഇന്ന് ആരംഭം കൂടി നേടുന്നു. ഈ ഉയർച്ച ഇന്ന് ദൈവ ഒരുക്കം ലഭിക്കുന്നു. ഒരു അവസാന വാക്ക്: ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ ഗ്രഹദശ നിങ്ങൾക്ക് അനുകൂലമാണ്. ഈ ലോകം നിങ്ങൾക്ക് കൈ നീട്ടുകയാണ്. ഈ കൈ പിടിക്കൂ. ഈ ഒരുക്കം ഉൾക്കൊള്ളൂ. ഈ ശക്തി ഉപയോഗിക്കൂ. ഈ ദൈവകൃപ സ്വീകരിക്കൂ. ദൈവ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഈ ഗ്രഹദശ നിങ്ങൾക്ക് ഒരു വലിയ ഫലം നൽകട്ടെ. ഈ ജീവിതം ഒരു നല്ല ദിശ കണ്ടെത്തട്ടെ. ഈ മനസ്സ് ഒരു ശാന്തി കണ്ടെത്തട്ടെ. ഈ ഹൃദയം ഒരു സന്തോഷം കണ്ടെത്തട്ടെ. കന്നി രാശിക്കാർക്ക് ദൈവ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ഇടൂ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ അടുത്ത വരാൻ പോകുന്ന വീഡിയോ ഒരു വലിയ രഹസ്യമുണ്ട്. ഒരു ഗ്രഹമാറ്റം, ഒരു ദൈവ ഒരുക്കം, ഒരു അദ്ഭുത ഒരുക്കം. ആ വീഡിയോ നിങ്ങൾ ആദ്യം കാണണം. ആ ദൈവ ഒരുക്കം ആദ്യം അറിയണം. അതിനായി ആ ബെൽ ഐക്കൺ ഒന്ന് അമർത്തൂ. ദൈവം നിങ്ങളെ ആ നിമിഷം വരെ സൂക്ഷിക്കട്ടെ. ദൈവ ആശീർവാദം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ.